വയനാട് ദുരന്തത്തിൽ ഈ 7-8 ദിവസം കേരളത്തിലെ മുഴുവൻ മനുഷ്യരും വിഷമിച്ച് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം, അവരെ രക്ഷപ്പെടുത്തണം, അവർ പലരും മരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, എന്തെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പ് എവിടെയെങ്കിലും കാണുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും അതിലേക്ക് സാഗൂതം വീക്ഷിക്കുന്ന ദിവസങ്ങളാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. എന്തെല്ലാം തരത്തിലെ സഹായങ്ങളാണ് മനുഷ്യർ ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഈ തുണിക്കടകൾ നടത്തുന്നവർ അവരുടെ കടയിലെ സാധനങ്ങൾ, വീട്ടമ്മമാർ, കടവും ബാധ്യതയുമുള്ള നാട്ടുകാർ എന്ന് വേണ്ട കയ്യിലുള്ളതെല്ലാം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഇത്തരം മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി സഹായങ്ങളുമായി എത്തുന്നു. ആ സ്ഥലത്താകട്ടെ ഒരുപാട് മനുഷ്യർ, വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ, അമ്പലങ്ങളുടെയും പള്ളികളുടെയും ചർച്ചുകളുടെയും വ്യത്യസ്ത വിശ്വാസങ്ങളിലൊക്കെ അവർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന ഒരു പൂർവ്വകാലം അയവിറക്കുമ്പോൾ, നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുമ്പോൾ, വിദ്വേഷിയായ മോഹൻദാസിനെയും കമൻ്റ് എഴുതി ശാരീരിക മർദ്ദം തരപ്പെടുത്തിയ ജോർജിനെയും അടക്കമുള്ള ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ എങ്ങും കാണാത്തൊരു വിഭാഗക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നോൺസെൻസ്, എസൻസ്, ഗുട്ടൻസ്, ഹെർമൻ ഗുണ്ടർട്ട് ആൻഡ് ഗുണ്ടർട്ടിക്കലി തറൗട്ടിക്കലി നിക്കൽ പ്രോപ്പർട്ടി എന്ന പേരുകളിലൊക്കെ നടന്ന് പ്രസംഗം നടത്തുന്ന നമ്മുടെ രവിചന്ദ്രൻ ദൈവം, അത് കേട്ട് കുലുങ്ങി ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ബയോട്ടിക് കമ്പോണൻസ് ഓഫ് എബയോട്ടിക് റിലേഷൻഷിപ്പ് ആൻഡ് ന്യൂറോ സർജിക്കലി തറൗട്ടിക്കലി നിക്കൽ പ്രോപ്പർട്ടി അടക്കമുള്ള തിയറികളൊക്കെ വെച്ച് ഉത്സർജിക്കുന്ന ഒരുത്തനെയും 10 പേർക്ക് ആഹാരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെങ്ങാനും ചെന്ന് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിനോ ഒന്നും കണ്ടിട്ടേയില്ല. യഥാർത്ഥത്തിൽ തീരെ ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവികളാണ് ഇത്തരം നോൺസെൻസുകാർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പോസ്റ്റ്മാൻ വരുമ്പോൾ പോലീസാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്നവർ, എന്നിട്ട് ഇറങ്ങി ഓടിയതിൻ്റെ തിയറി വിശദീകരിച്ച് എങ്ങനെയെങ്കിലും അത് ദൈവത്തിലേക്ക് എത്തിക്കുന്നവർ, ആ ഓട്ടത്തിൻ്റെ കാരണക്കാരനായ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവർ. എടാ, മനുഷ്യന് വിശപ്പുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർക്കെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യ്, അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ. ഇത്തരം കാര്യങ്ങളിൽ എങ്ങും കാണാതെ, അല്ലെങ്കിൽ ഈ നോൺസെൻസുകാരെ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി ഇതിനകത്ത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയില്ല, എങ്ങനെയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ വർക്ക് ചെയ്തതെന്നും കുറച്ചു പേർ അതിൽ നിന്ന് എങ്ങനെ ഉരുണ്ടു മാറി എന്നുള്ളതിനെക്കുറിച്ചെങ്കിലും ഒരു ക്ലാസ് എടുക്ക്. അവിടെ എങ്ങും കാണാനില്ല നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തെ. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെയായി വരും. ദൈവമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു, ദൈവമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. യാതൊരു ഉപയോഗവും സമൂഹത്തിന് വേറൊന്നുമില്ല. ഇവർ തന്നെ എന്തൊക്കെയോ പറഞ്ഞ്, ഇവർ തന്നെ ചിരിച്ച്, ഇവർ തന്നെ സന്തോഷത്തോടെ പിരിഞ്ഞു പോവും. ഇത് കാണുന്ന ഉടയതമ്പുരാനും ഇവരെക്കുറിച്ച് ഇതേ ചിന്തയോടെ തന്നെ നോക്കി കാണുന്നുണ്ടാവും. എന്തൊരു രസമാണത് കാണാൻ.